ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 221. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 45-ാമത്തെ ക്ലാസ്സാണ്. അതിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതും ഉള്ളിലുള്ള പരമാത്മാവിനെ, നമ്മെ നിയന്ത്രിക്കുന്ന അജ്ഞാതമായ ആ ശക്തിയെ, ആ പരബ്രഹ്മത്തെ പറ്റിയുള്ള പരാമർശമാണ്. ഒന്നിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ ഇന്ദ്രിയ വിഷയങ്ങൾ ബാഹ്യങ്ങളാണ്. നമ്മൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കാണുന്നത്, കേൾക്കുന്നത്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നിരിക്കുന്നത്. പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടത് അവയിലൂടെയാണ് നമ്മളെല്ലാ വസ്തുക്കളെയും മനസ്സിലാക്കുന്നത്. അത് മാങ്ങയാണെന്ന്, ഇതിന് നല്ല മധുരമുണ്ടെന്ന് ആ ശബ്ദം പറയുന്നത്, ഇതെല്ലാം കേൾക്കുന്ന ബാഹ്യ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ. അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ഇവയിലൂടെ വസ്തുക്കളെ, ഗുണങ്ങളെ പറ്റി പറഞ്ഞു തരികയാണ്. അതിന് നമ്മൾ നോക്കുന്നു, മനസ്സിലാക്കുന്നു, ഗവേഷണം നടത്തുന്നു, പഠിക്കുന്നു, അവയെപ്പറ്റിയുള്ള ജ്ഞാനം നേടുന്നു. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയെല്ലാം ചെയ്യുന്നു. നല്ലതെന്ന് ഇഷ്ടം തോന്നുമ്പോൾ നമ്മളവയെ സ്വീകരിക്കും, ശരിയല്ല എന്ന് തോന്നുമ്പോൾ അവയെ കളയും. ഇങ്ങനെയാണ് ഫങ്ഷൻ നടക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്. എന്നിട്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കും. അരി കൊള്ളാം, ചോറ് വെക്കാൻ പറ്റും, എടുത്ത് വെള്ളത്തിലിട്ട് കർമ്മമെല്ലാം ചെയ്യുന്നു. കല്ല്, വീട് കെട്ടാൻ കൊള്ളാം, ഇങ്ങനെയെല്ലാം എടുത്തിട്ട് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ എന്നാൽ ഇവ ബാഹ്യ വിഷയങ്ങളായതിനാൽ നമുക്ക് എപ്പോഴും ഈ അവയവങ്ങളെല്ലാം പുറത്തുള്ളതിന് കാണാനാണ് തന്നിരിക്കുന്നത്, അകത്തുള്ളതല്ല. അപ്പം ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്ന ഒരു ശക്തി വിശേഷം നമ്മൾ ഉള്ളിലിരിപ്പുണ്ട്, അവയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈ അവയവങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള, നമ്മളെ നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷത്തെ, പരമാത്മാവിനെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളെപ്പോഴും ബാഹ്യമായ വിഷയത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ അകത്തുള്ള ആ പരമാത്മാവുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ വിട്ടുപോവുകയാണ്. അതിനെ നമ്മൾ മറന്നു പോവുകയാണ്. കാരണം നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം പുറവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഉള്ളിലുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള ആ പരമാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ബാഹ്യലോകത്തിൽ മുഴുകി കഴിയുകയാണ്. ഈ സത്യം ചില ബുദ്ധിമാന്മാർ മനസ്സിലാക്കി. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് തിരിയണം, മനസ്സിനെ. അപ്പോൾ പുറത്തുള്ളതിനെല്ലാം വിട്ടാലല്ലേ ഉള്ളിലേക്ക് തിരിയും. പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് അകത്തേക്ക് തിരിയാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് പുറത്തുള്ളതിനെ വിട്ടിട്ട് ഉള്ളിലേക്ക് തിരിയുന്നത്. അപ്പം ആത്മീയവാദികൾ പുറത്തുള്ളതിനെ നോക്കിയിട്ട് അവൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊന്നും പറഞ്ഞ് നടക്കില്ല. കാരണം അവർക്ക് ആത്മാവ് പോയിട്ടില്ല. അവർ ബാഹ്യ ഇന്ദ്രിയങ്ങളെ നോക്കിയിട്ട് അവർ നടക്കുന്നവരാണ്. അവർ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ആന്തരികമായി നോക്കുന്നവർ ഈ പുറത്ത് കാണുന്ന വകഭേദങ്ങൾ നോക്കിയിട്ട് പ്രതികരിച്ച് നടക്കില്ല. അകത്തുള്ള കാര്യം നോക്കുന്നവർ, ഉള്ളിലുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ, അവരാണ് ആത്മീയവാദികൾ. അവർ ഒരിക്കലും പുറത്തുള്ളതിനെ നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടില്ല. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, നമ്മളെല്ലാം മറ്റുള്ള ഹിന്ദു, മുസ്ലിം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ സനാതനധർമ്മം, മറ്റേ കുന്തം, കുടച്ചക്രം എന്നെല്ലാം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ബാഹ്യമാണ് നോക്കി നടക്കുന്നത്. ഭൗതിക ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അല്ലാതെ ശാന്തമായിരുന്നാലേ ഉള്ളിലുള്ളതിനെ കാണാൻ പറ്റും. അപ്പം ആത്മീയതയുടെ ലക്ഷണം പുറത്തുള്ളതിൻ്റെ നോക്കിയിട്ട്
വ്യത്യാസങ്ങൾക്ക് മായയിലകപ്പെട്ട് നടക്കലല്ല. നമ്മളെല്ലാം മായയിലകപ്പെട്ടിട്ട് ഭൗതികവാദികളാണ്. ആത്മീയവാദികൾ അതിനൊന്നും ശ്രമിക്കില്ല. അവരകത്തേക്കുള്ളതിനാണ് നോക്കുന്നത്, അകത്തുള്ളതിനെയാണ് ശ്രമിക്കുന്നത്. അതാണ് ആത്മീയത. അവന് പുറത്തുള്ളതെല്ലാം മിഥ്യയാണ്. ഈ സത്യം മനസ്സിലാക്കണം. നമ്മളെല്ലാം ആത്മീയത എന്ന് പറഞ്ഞിട്ട് ആരെല്ലോ എന്തെല്ലോ പറയുന്നതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. എല്ലാം മണ്ടത്തരമാണ്. നമ്മിലേക്ക് തന്നെ തിരിയുക, പുറത്തുള്ളതിനെ കളയുക. അവിടെ പട്ടിയോ പൂച്ചയോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഹിന്ദുവോ മുസ്ലിമോ എന്തോ ആകട്ടെ, അത് നമ്മളെ മിഥ്യ അജ്ഞത കൊണ്ട് പലതായിട്ട് തോന്നിയാണ്. അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരണം. ആത്മീയതയിലേക്ക് വരുന്നത് പുറത്ത് നോക്കാൻ പാടില്ല. അതാണ് ഈ സത്യം മനസ്സിലാക്കിയ ചില ബുദ്ധിമാന്മാർ ഇവയിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞിട്ട്, പുറത്തുള്ളതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ആന്തരികമായ ശക്തിയെ തിരിച്ചറിയുന്നു. അവർ ദർശിക്കുകയും ചെയ്യുന്നു. അവർക്കേ അകത്തുള്ള ഈശ്വരനെ ദർശിക്കാൻ പറ്റും. അല്ലാതെ പുറത്തുള്ളതിനെ നോക്കലല്ല. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഭൗതികവാദികൾക്കുള്ളതാണ്. ഈ കണ്ണും മൂക്കെല്ലാം വെച്ച് കാണുന്നതിനെ വെച്ച് പ്രതികരിച്ച് നടക്കുന്നത് അതാ നിയമല്ല. അതൊരു തരം വേഷം കെട്ടലായിട്ട് വേണ്ടി കാണും. പറഞ്ഞു വെക്കുന്ന നടക്കുന്ന മാതിരിയാകാം. വെറുതെ ആത്മീയെന്ന് പറഞ്ഞ് നടക്കാമെന്നല്ലാതെ സത്യം ആത്മീയതയിലേക്ക് തിരിയുന്നത് തന്നിലേക്ക് തിരിയണം. പുറത്തുള്ളതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിലുള്ളത് തന്നെയാണ് പുറത്തുള്ളത്. ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. അതാണ് നമ്മുടെ സനാതന ധർമ്മം. ഇനി 2 എന്നാൽ ബാഹ്യ വിഷയങ്ങളിൽ ആസക്തനായി നമ്മൾ പുറത്തുള്ള വിഷയങ്ങളിൽ ആസക്തരായിരിക്കുകയാണ്. അവയെ പിന്തുടർന്ന് ചെല്ലുന്നവൻ, പുറത്ത് കാണുന്നതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവൻ ഈ ദിവ്യമായ മനുഷ്യ ജീവിതത്തെ, നമുക്ക് അപൂർവമായി കിട്ടിയ ഒരു മനുഷ്യജന്മമാണ്. ഈ മനുഷ്യജന്മത്തെ ബുദ്ധിഹീനരായവരാണ് നശിപ്പിക്കുന്നത്. അപ്പം ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് അപൂർവമായി മനുഷ്യജന്മത്തെ തമ്മിലുള്ള ആ ശക്തിയെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ പുറത്തുള്ളതിൻ്റെ പിന്നാലെ, കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ഓടി നടക്കുന്നത്. അവർ ബുദ്ധിഹീനരാണ്. അതുവഴി അവർ മൃത്യുവിൻ്റെ പാശത്തിൽ പോയി പതിക്കുകയാണ്. അവർ മരണത്തിലേക്കാണ് പോകുന്നത്. കുറേ കാലം കഴിയുമ്പോൾ അവർ മരിക്കും, പിന്നെയും ജനിക്കും, വ്യത്യസ്ത യോനികളിൽ ജനിക്കും, പിന്നെയും മരിക്കും. പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ജനിക്കും, മരിക്കും, ജനിക്കും, മരിക്കും. അങ്ങനെ പോവുകയാണ്. ഈ സത്യം മനസ്സിലാക്കി ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മത്തെ, നമ്മിലുള്ള പരമാത്മാവിനെ മനസ്സിലാക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ബുദ്ധിമാന്മാർ അവയെ ത്യജിച്ചിട്ട് പുറത്ത് വ്യത്യസ്തമായി കാണുന്നതിനെ ത്യജിക്കണം. സനാതനധർമ്മം, ഭാരത സംസ്കാരം, മറ്റേ വേദങ്ങളിൽ ഇതെല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഇതാണ്. പുറത്തു കാണുന്ന വ്യത്യസ്തമായതിനെ ത്യജിക്കുക. അതിന് പറ്റുന്നവർ ഈ വേദങ്ങളിലേക്ക് പറഞ്ഞാൽ നടന്നാൽ മതി. എന്തിനാ നിർബന്ധിച്ചാരോ ഇങ്ങോട്ടേക്ക് വേദത്തിലേക്ക് പിടിച്ചെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വേദം ആരെയും വിളിക്കുന്നൊന്നുമില്ല. വേണ്ടവൻ ഇതിലേക്ക് വന്നാൽ മതി. അല്ല വേദത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഭൗതികത കാട്ടിക്കെട്ടേണ്ട ആവശ്യം എന്താണ്? അപ്പം തിരിച്ചറിഞ്ഞ് ബുദ്ധിമാന്മാർ അവയെ ത്യജിച്ചിട്ട് പുറത്ത് കാണുന്ന വ്യത്യസ്തമായ എല്ലാത്തിനെയും അങ്ങ് ത്യജിക്കണം. എന്നിട്ട് തന്നിലേക്ക് തിരിയുക. ഇതാണ് സനാതനധർമ്മം, നമ്മുടെ സംസ്കാരം. നമ്മിലേക്ക് തിരിയുക, നമ്മ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മ മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കും, നമ്മിലുള്ളത് നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് ഇനിയാണ് പുറത്തുള്ള ഇനിയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് നമ്മളെ പേര് പ്രമോദ് എന്ന് വെച്ചിട്ട് എല്ലാ നാട്ടിലെ എല്ലാവരുടെ പേരും പ്രമോദ് എന്ന് ഇടാൻ പറ്റുമോ? അത് മൂഢന്മാരല്ലേ ചിന്തിക്കുക. എനിക്ക് പ്രമോദാണ്, അതുകൊണ്ട് പുറത്തുള്ളതിനെ എല്ലാം പ്രമോദ് എന്ന് വിളിച്ചോളാം എന്ന് പറയാൻ പറ്റും. അവരവരുടെ വ്യത്യസ്ത പേരുകളിലാണ് കാണപ്പെടുക. അത് വ്യത്യസ്തപരമായി തോന്നും. അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിലെല്ലാം ഉള്ളത് ഒരേ ബ്രഹ്മം തന്നെയാണ്.
ഒരേ ഈശ്വരനാണ്. എന്ത് പേര് പറഞ്ഞാലും ഈ സത്യമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സനാതന ധർമ്മം. ഇനി 3 ശബ്ദം, സ്പർശം, രസം, ഗന്ധം, ശ്രീസംഭോഗം മുതലായ സുഖാനുഭവങ്ങൾ, ഇതിലൂടെയെല്ലാം ലഭിക്കുന്ന സുഖാനുഭവങ്ങൾ ഏതൊരു ഈശ്വരൻ മൂലമാണോ സംഭവിക്കുന്നത്, അത് ഏത് ജീവൻ്റെ ഉള്ളിൽ ഉള്ള ഈശ്വരനാണ് നമ്മളിൽ ഈ സുഖമെല്ലാം ഉണ്ടാക്കുന്നത്. ആ ഈശ്വരൻ ന്യൂട്രലായി കഴിഞ്ഞാൽ നമ്മളെ കാറ്റുപോയി. പിന്നെ ഈ ശരീരം കൊണ്ട് നമുക്ക് രസവും ഗന്ധവും ഒന്നും അറിയാനൊന്നും പറ്റില്ല. ആ ശക്തി ആക്റ്റീവായിരിക്കുമ്പോഴാണ് നമുക്കിതെല്ലാം ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കുന്നത്? ഏതൊരു ഈശ്വരൻ മൂലം സംഭവിക്കുന്നോ അദ്ദേഹത്തെ മനസ്സിലാക്കി, അങ്ങനെ ഒരു ശക്തിയാണ് നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, ഈ വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഗാഠനിദ്രയിൽ നമ്മളില്ല. നല്ല ഗാഠമായ നിദ്രയിൽ നമ്മളുണ്ടോ? നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് ബോധം വരുമ്പോൾ ഞാനെന്ന ചിന്തയുണ്ടാക്കിയിട്ട് ഈ തോന്നലെല്ലാം തോന്നിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി ക്ഷണഭങ്കുരമായ മാറിക്കൊണ്ടിരിക്കുന്ന ഇത് സുഖാനുഭവങ്ങളെല്ലാം കുറച്ച് നേരത്തേക്കാണ്. ആ സുഖം തന്നെ മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് നല്ലോണം വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുക നല്ലൊരു ബിരിയാണി വാങ്ങി കഴിക്കാം. പക്ഷേ ബിരിയാണി വാങ്ങി കഴിച്ചിട്ട് കുറേ അങ്ങോട്ടെത്തുമ്പോൾ നല്ലോണം മൂക്കറ്റം തിന്ന് കഴിയുമ്പോൾ അയ്യേ ഇത് തിന്നണ്ടായിരുന്നു, ആ നല്ല ചോറ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. അതുവരെ ബിരിയാണി എന്ന് വെച്ചാൽ വാരി കയറ്റിക്കഴിഞ്ഞാൽ അവസാനം എന്താ മടുപ്പാണ്. പിന്നെ അത് വേണ്ടായിരുന്നു, ഒരു ചോറ് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥ വരും. അതേമാതിരി ചോറ് വാരി ഇഷ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയ്യേ ഈ ചോറ് വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും മതിയായിരുന്നു. അപ്പം ഇതും മാറിക്കൊണ്ടിരിക്കുന്നതും വിനാശത്തോട്, ഇതിനെല്ലാം നാശമുണ്ട്, ഒരു കുറച്ച് കാലത്തേക്കേ ഉള്ളൂ ആണെന്നും അദ്ദേഹത്തിൻ്റെ കൃപയാൽ മനസ്സിലാക്കി. ആരുടെ ഉള്ളിലുള്ള ആ പരമാത്മാവിൻ്റെ കൃപയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സത്യം നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? ആ ശക്തി വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അല്ല നമ്മൾ വിചാരിച്ച ഈ ശക്തിനെ മനസ്സിലാക്കി. യുക്തിവാദി നിരീശ്വരവാദികൾക്കൊന്നും ഈ ചിന്ത വരില്ല. വരണ്ടിക്ക് ആ ശക്തിക്ക് തോന്നണം. ശക്തിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അവൻ വലിയ ഭക്തനായി മാറും. ഇന്നത്തെ തരത്തിലുള്ള ഭക്തനോ അല്ലേ ശരിയായ ഭക്തൻ, എല്ലാറ്റിലും ബ്രഹ്മത്തിൽ ദർശിച്ചുകൊണ്ട് അതാണ് ഞാനെന്ന് മനസ്സിലാക്കി, അത് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വരുന്ന ഭക്തൻ ആയി മാറാം. അതെല്ലാം ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് പരബ്രഹ്മം മാത്രമാണ് നിത്യനെന്നും അതാണ് എന്നും നിലനിൽക്കുന്നത്. മുമ്പും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ആദ്യവുമില്ല, തുടക്കവുമില്ല, അന്ത്യവുമില്ല. ആദ്യം അത് എപ്പോഴോ ഉണ്ട്, അവസാനം ഇനി എല്ലാ കാലവും ഉണ്ട്, അതില്ലാത്ത കാലമില്ല. അതിനാൽ നചികേതസേ, ഇതുതന്നെയാണ് ബ്രഹ്മതത്വം. അപ്പം നചികേതസിന് ബ്രഹ്മതത്വം ഉപദേശിച്ചു. അവനാണ് എല്ലാറ്റിൻ്റെയും അധിപതിയും പരമഗതിയും അദ്ദേഹമാണ്. ഇനി 4, ഏതൊരു പരമാത്മാവിൻ്റെ സഹായത്താൽ ജീവാത്മാവ് സ്വപ്നാവസ്ഥ ജാഗ്രാവസ്ഥയിലും ഉണ്ടാകുന്ന അനുഭവങ്ങളെ അനുഭവിക്കുന്നുവോ ആ പരമാത്മാവാണ് ഉള്ളിലിരുന്നു കൊണ്ട് സ്വപ്നത്തിലും ജാഗ്രതാവസ്ഥയിലും നമ്മളെ ഫലങ്ങളെ അനുഭവിപ്പിക്കുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അതിനൊരു വീട്, നല്ല സുന്ദരമായ ഒരു ലോകം, പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച എന്നെല്ലാം പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ജോലി ചെയ്യാൻ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എപ്പോഴും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം ഉണ്ടാകുന്ന അനുഭവത്തെ അനുഭവിക്കുന്നുവോ അതേ പരമാത്മാവിൻ്റെ കൃപയാൽ ആ പരമാത്മാവ് തന്നെ വിചാരിക്കണം.
അതിൻ്റെ ഒരംശം മതി വിചാരിച്ചാൽ നമുക്ക് ആ സത്യം തിരിച്ചറിയാൻ പറ്റും. അതിന് പെട്ടെന്ന് നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ടാക്കി, ഇതെല്ലാം മിഥ്യയാണ്, ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ ഒരംശം കൊണ്ട് ഈ സത്യം മനസ്സിലാക്കിക്കുവാനും അതിന് കഴിയും. അതേസമയം ആ പരമാത്മാവിനെ മനസ്സിലാക്കുന്നവന് പിന്നെ ശോകം ഉണ്ടാകില്ല. അപ്പോഴാണ് ശാശ്വതമായ സത്യം. നമ്മൾ അത് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ഓടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടാണ്. ഇപ്പം നമ്മൾ പറമ്പത്തെല്ലാം എന്തൊക്കെ ജോലിക്ക് ആളെ വിളിക്കും. ആളെ വിളിച്ചാൽ അവിടെ കിടക്കുമെന്ന് പറയും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഒന്ന് വാ, ഇങ്ങോട്ട് വാ, ഇതൊന്നും എടുത്ത് അവിടെ ഇല്ല. അപ്പോൾ അവൻ അതിൻ്റെ പിന്നാലെ പോകും. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അതിൻ്റെയും പിന്നിലും എല്ലാം ഓടിപ്പിക്കുകയാണ് ആ ശക്തി. സമാധാനം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം ഞാനാണ് കളിപ്പിക്കുന്നത് എന്ന് നമ്മിൽ തന്നെ ചിന്തയുണ്ടാക്കിയാൽ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ശാന്തി കിട്ടും. അപ്പം ആ സത്യം, ആ പരബ്രഹ്മത്തിനാൽ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ശോകം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകും. അപ്പം നമ്മളെ ദുഃഖം എപ്പേ തീരൂ? നമുക്ക് സമാധാനം എപ്പോൾ കിട്ടുന്നത്? പെൻഷൻ പറ്റിയല്ല. എന്താ സംശയം? എന്താണ്? അതുവരെ അവിടെ കിടന്നിട്ട് ഗുസ്തി പിടിക്കുക മറ്റേ എല്ലായിരുന്നു. പക്ഷെ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോൾ ആ ടെൻഷനില്ല. പിന്നെ അന്നേരത്തെ അധികാരത്തിൻ്റെ എല്ലാം കാര്യമെല്ലാം ആലോചിക്കുമ്പോൾ ഒരു വിഷമെല്ലാം കാണും. പൈസ കുറയുമ്പോഴെല്ലാം വിഷമങ്ങളാണ്. അത് ഭൗതികത്തിൽ. നേരെ മറിച്ച് എല്ലാം ആ ശ്രീഹരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ശോകം ഉണ്ടാകില്ല. ഏതൊരുവൻ 5 ആ ആത്മാവിനാൽ പ്രേരിതനായി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ, അപ്പോൾ അത് നമ്മളെ സൃഷ്ടിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഒരാഗ്രഹമുണ്ടാക്കും, അതിൻ്റെ പിന്നാലെ ഓടും. അതേസമയം ഈ സത്യവും മനസ്സിലാക്കിയാണെങ്കിൽ തന്നെ തൻ്റെ ഉള്ളിൽ അന്തരാമിയായിരിക്കുന്ന അതിനെ മനസ്സിലാക്കുന്നുവോ, അതേപോലെ തന്നെ അത് നമ്മളെ ഹൃദയത്തിലുണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്നുവോ, അപ്പോൾ അവൻ ആ സത്യം ഒരിക്കലും അവൻ മറക്കില്ല. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറക്കില്ല. പിന്നെ നമ്മളെ യാന്ത്രികമായിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, ഫലത്തെപ്പറ്റി ഇച്ഛിക്കില്ല. അപ്പോഴാണ് നമുക്ക് ബ്രഹ്മത്തോടടുക്കുന്നത്. അവന് ആരെയും നിന്ദിക്കില്ല, ആരോടും വിദ്വേഷമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവൻ തന്നിൽ ഉള്ളിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ ശക്തിയാണ് നമ്മളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആരോടും ദേഷ്യമില്ല. നചികേസത്തെ ഇത് തന്നെ നീ ചോദിച്ച ബ്രഹ്മം, അതായത് ആത്മതത്വം, നീ ചോദിച്ച ആത്മതത്വം. അപ്പം ആത്മീയതയുള്ള വ്യക്തികൾ പുറമെ ഒരു വ്യക്തിയെയും കുറ്റം പറയില്ല. നമ്മളിപ്പോൾ എന്താണ് ആത്മീയവാദികളുടെ ഇന്നത്തെ ജോലി? പലവരുടെ എന്താണ്? വർഗീയത. ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ പലതായിട്ട് വർഗീയമായി കാണുകയാണ്. ഏകത്വത്തിലേക്കല്ല. ഭാരത സംസ്കാരം എന്ന് പറയണ്ടേ, ഇത് ലോകത്തിന് മുഴുവൻ ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിൽ ഭാരതത്തിന് മാത്രമേ ഉള്ളൂ. അപ്പം വേദ സംസ്കാരം, വേദ ആത്മീയത എന്ന് പറയുന്നത് എല്ലാത്തിലും ഏകത്വം ദർശിക്കുകയാണ്. പക്ഷെ നമ്മളതും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്താണ്? എല്ലാത്തിനും പലതായി കണ്ടിട്ട് അവൻ്റെ മേക്കിട്ട് കരകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഇന്ന് ആത്മീയ ചിന്തയിൽ നീങ്ങുന്നവരുടെ പ്രധാനമായ ധർമ്മം ആയിട്ട് കാണുന്നത്. നമ്മൾ മറ്റേത് വേറെ. ഈ ചിന്തയും വെച്ച് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതും വെച്ച് നടക്കുകയാണ്. ലോകത്തെ എല്ലാം ഒരൊറ്റ ശക്തിയാണ് ഉള്ളിലുള്ളത്. നമ്മളിലുള്ളതായാലും, ഒരു മുസ്ലിമിൻ്റെ ഉള്ളിലായാലും, ഹിന്ദുവിൻ്റെ ആയാലും, ക്രിസ്ത്യാനിൻ്റെ ആയാലും, ബ്രാഹ്മണൻ്റെ, ക്ഷത്രിയൻ്റെ, ആർത്തമുള്ള സ്ത്രീ ആയാലും, പ്രസവിച്ച സ്ത്രീ ആയാലും,
അതിലെല്ലാം ഈശ്വരനാണ്, ഒരൊറ്റ ഈശ്വരനാണുള്ളത്. ഈ തോന്നുന്നല്ല മിഥ്യാധാരണകളാണ് എന്ന ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മൾ ലോകത്തെ പഠിപ്പിക്കേണ്ടത്. അത് ലോകതത്വമായിട്ട് മാറും. ലോകമത് അംഗീകരിക്കേണ്ടി വരും. നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ത്? ഇതിന് നേരെ കട്ടക വിരുദ്ധം. എല്ലാത്തിനും പലതായിട്ട് ദർശിച്ചിട്ട് അത് ഇവൻ എൻ്റെ ആൾ, മറ്റേ ആൾ, അതിനെ തൊട്ടുകൂടാ, അതിനെ തൊട്ടാന്തല്ലോ ആയിപ്പോ. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും കൊണ്ട് നടക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ആത്മീയതയിലേക്ക്, ഈ വേദോപനിഷത്ത് നിർദ്ദേശിക്കുന്ന ആത്മീയതയിലേക്ക് തിരിയുന്നവന് ആരെയും നിഷേധിക്കില്ല, ആരെയും നിന്ദിക്കില്ല, ആരിനോടും വിദ്വേഷം പ്രകടിപ്പിക്കില്ല. കാരണം എല്ലാം എന്താണ്? ഒരേ സയൻസ്. അതാണ് സയൻസ് പറയുന്നത്. സയൻസിലൂടെ ചിന്തിച്ചാലേ, വേദം പറയുന്നതിനെ സയൻസിലൂടെ മനസ്സിലാക്കിയാലേ അത് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. വേദം പറയുന്ന ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ടാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഈ നാട്ടിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുക. അവനെ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ട് ഒരു വിദ്വേഷമില്ല. എല്ലാ മതങ്ങളും സയൻസിനെ സ്വീകരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സയൻസിൽ ശാസ്ത്രത്തിലൂടെയാണ് നോക്കുന്നത്. ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ട് അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയില്ല. വേദം പറയുന്നു അത് ബ്രഹ്മമാണ്, നിർഗുണമായതിൻ്റെ ജാതിയുമില്ല, മതമില്ല, ഒരു ചുക്കുമില്ല. അതിൽ നിന്നാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ടായത് എന്നാണ് വേദം പറയുന്നത്. 100% സയൻസ്. ആധുനിക സയൻസ് അവിടെ എത്തിയില്ല. ആധുനിക സയൻസ് അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഇന്നുള്ള മതങ്ങളെല്ലാം അപ്പോഴടച്ചു പൂട്ടുകയായിരുന്നു. കാരണം ഏതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിനെ പിടിച്ചുകൊണ്ടാണ് പലതായിട്ട് അള്ളയാണ്, യഹോവയാണ്, കൃഷ്ണനാണ്, മറ്റേ 16 എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്. ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ സയൻസ് ഇതല്ലോ ഇത് ഒരൊറ്റ ശക്തിയാണ്, രൂപവും ഭാവവും അതൊരു സംഗതിയാണ്, ഒരു ബലമാണ് എന്ന് പറഞ്ഞ് ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്നുള്ള മതങ്ങൾ അവിടെ നിർത്തുമായിരുന്നു. ആ ഒരു സയൻസാണ് വേദം ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പം വേദം എന്താണ്? പൂർണ്ണമായ ആധുനിക സയൻസാണ്. എല്ലാം തികഞ്ഞ ആധുനിക സയൻസാണ് വേദം. ആധുനിക സയൻസ് പക്ഷേ പൂർണ്ണമായി കണ്ടെത്താത്തത് കൊണ്ടാണ് വേദവും ആധുനിക സയൻസും രണ്ടായിട്ട് നിൽക്കുന്നത്. ഒരു കാലം വേദം തന്നെ ആധുനിക സയൻസ്, പൂർണ്ണമായ ആധുനിക സയൻസ് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കുമ്പോൾ മതങ്ങളെല്ലാം ഇല്ലാതാകും. ജാതി, മതം, ഇതെല്ലാം ഉച്ചനീചത്വങ്ങൾ, തൊട്ടുകൂടായ്മ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. അതാണ് വസുദേവ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ.